ഹായ്, ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആഹാരത്തിന് രുചിയും മണവും കൂട്ടുന്നതിനും ഔഷധമായും മരുന്നായും ഉപയോഗിക്കുന്ന ഇഞ്ചിയെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ശരിക്കും പറഞ്ഞാൽ ഞാനിന്ന് ടെറസിലോട്ട് കയറി വന്നത് തന്നെ ഇതേപോലെ മുളച്ച ഒരു ഇഞ്ചി നമ്മൾ ഈ ഇഞ്ചി വാങ്ങിച്ചിടുന്നിടത്ത് കിടക്കുന്നത് കണ്ടിട്ടാണേ. അപ്പം നമുക്ക് ഇവനെ ഒന്ന് നട്ടുപിടിപ്പിക്കണം. അതിനാവശ്യമായൊരു പാത്രം അല്ലെങ്കിൽ ഗ്രോ ബാഗും കൂടെ നമുക്കിവിടെ നിന്ന് തേടിയെടുക്കാം. ഈ പെയിൻറ്റ് പാത്രം കണ്ടോ, ഇതിപ്പം വെറുതെ ഇരിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നത്. ഇത് ഇവിടെ ഒരു ഇഞ്ചി മാത്രം കിളുത്ത് നിൽപ്പുണ്ട്. ഞാൻ നേരത്തെ ഒരിക്കലും ഇതിനകത്ത് ഇഞ്ചി വിത്ത് ഇതുപോലൊക്കെ കിളുത്ത് കിടക്കുന്ന സാധനമില്ലേ, ഇത് കൊണ്ടുവന്ന് ഞാൻ ചുമ്മാ ഇങ്ങനെ പെറുക്കി വെക്കുന്നതാണേ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇഞ്ചി ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ഈ പാത്രം വൃത്തിയാക്കി ഇതിനകത്ത് തന്നെ പുതിയ ഇഞ്ചി നട്ടുപിടിപ്പിക്കുകയും ചെയ്യാം. ഇതിനകത്തെ മണ്ണിനെ ഈ പാത്രത്തിലേക്ക് അങ്ങ് കുടഞ്ഞിടാം. അതാണ് നമുക്ക് എളുപ്പം കേട്ടോ. ഞാൻ നോക്കട്ടെ കമത്തുമ്പം ഇത് വീഴുമോന്ന്, അല്ലെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കണം ഇതിനകത്തേക്ക്. ഇപ്പം ഇത് വീണിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ പാത്രം അങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഈ മണ്ണൊന്ന് ഉടച്ചെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഈ മണ്ണ് തന്നെ അടുത്ത കൃഷിക്ക് ഉപയോഗിക്കാനും പറ്റും കേട്ടോ. കുറച്ച് മണ്ണ് താഴെ ചാടിപ്പോയി. ഇതിനകത്ത് കാര്യമായിട്ട് ഇഞ്ചിയൊന്നുമില്ല. ഇതൊരു ചെറിയ കഷ്ണം ഇഞ്ചി കിട്ടിയിട്ടുണ്ടേ. ഇതൊരു ഇഞ്ചിയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതൊരടുക്ക് ഇഞ്ചിയാണ്. നമ്മൾ ഈ നട്ടുപിടിപ്പിക്കുമ്പോഴേ ഈ ടിൻ ഫുഡൊക്കെ കഴിക്കുന്ന പിള്ളേരെ പോലെ വീർത്ത ഇഞ്ചിയൊന്നും എനിക്കിവിടെ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതുപോലെ നല്ല ഉറച്ച ഇഞ്ചിയാണ് നമുക്കിവിടെ നട്ടുപിടിപ്പിക്കാൻ കിട്ടുന്നത്. ഇങ്ങനെ ബൾബ് പോലെ വീർത്ത സാധനങ്ങൾ കിട്ടാറില്ല. ഇത് കണ്ടോ, ഇത് വേറെണ്ണം. ഇത് ഒടിഞ്ഞൊടിഞ്ഞു പോയി കണ്ടോ. ഇത്രയും ഒരു ഇഞ്ചി കിട്ടി. ഇപ്പം നമുക്ക് വീട്ടിലേക്ക് കിട്ടുമ്പോൾ ഇതുപോലൊക്കെയുള്ള ഇഞ്ചി കിട്ടേണ്ട കാര്യമേ ഉള്ളൂ. നമുക്കിത് മതിയല്ലോ, നമ്മൾ മുറിച്ചല്ലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു പീസ് കിട്ടിയിട്ടുണ്ടേ. ഇനി ഇതിനകത്തുണ്ടോ നോക്കാം. ഉണ്ടെങ്കിൽ നമുക്കതെല്ലാം പെറുക്കി വെച്ചിട്ട് നമുക്ക് ഈ മണ്ണ് തന്നെ വേണമെങ്കിലും അടുത്ത ഇഞ്ചിയുടെ കൃഷിക്ക് ഉപയോഗിക്കാം. ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തി കൊടുത്താൽ മതി. നല്ല വളക്കൂറുള്ള മണ്ണ് തന്നെയാണ്. ഗ്രോ ബാഗുകളിലൊക്കെ വളർത്തുമ്പം വളം കൊടുക്കണം. മറ്റവർക്കെന്ന് പറഞ്ഞാൽ അവരുടെ വേരിന് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ നീങ്ങി ചെന്നിട്ടൊക്കെ വളം വലിക്കാൻ പറ്റും. നമുക്ക് ഈ മണ്ണിനെ അടുത്ത ഇഞ്ചി നടാൻ ഉപയോഗിക്കാം. ഇതുണ്ടോ, ഇത്രയും ഇഞ്ചി നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ട് നമുക്കിതിനെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. നമുക്ക് ഇതിനകത്തോട്ട് തന്നെ വേണം ഇഞ്ചി നടാനേ. അപ്പോൾ ഇഞ്ചി നടാനെടുക്കുന്ന പാത്രത്തിന് ആവശ്യത്തിന് നീർവാർച്ചയ്ക്ക് ആവശ്യമായ ഹോൾസ് ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഇതിനകത്ത് നല്ല 2 വലിയ ഹോളുകൾ തന്നെയാണുള്ളത്. അപ്പോൾ ഈ വലിയ ഹോളുകളിൽ കൂടെ മണ്ണൊലിച്ചു പോകാതിരിക്കാൻ നമുക്ക് ആദ്യം ഈ ഹോളുകളെ ചെറുതായിട്ടൊന്ന് അടച്ചു വെക്കണം. വെള്ളം വാർന്നു പോകണം, പക്ഷേ മണ്ണ് പോകരുത്. ഇഞ്ചി നട്ടുപിടിപ്പിക്കുന്നത് എപ്പോഴും നല്ല വളക്കൂറുള്ള മണ്ണിലായിരിക്കണേ. അപ്പം ഞാൻ എങ്ങനെയാണ് ഇഞ്ചി നട്ടുപിടിപ്പിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഓടിൻ്റെ കഷ്ണം ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുവാണേ. കണ്ടോ, ഈ ഒരു ഹോൾ ഇങ്ങനെ അടച്ചു, ഈ ഒരു ഹോള് ഇങ്ങനെ അടച്ചു വെക്കുവാണേ. ഇനി ഇതിനകത്തേക്ക് ഞാൻ ആദ്യം ഇടുന്നത്, നമ്മളിപ്പം ഗ്രോ ബാഗിനകത്തൊക്കെ ചെടികളൊക്കെ നടുമ്പോൾ അതിൻ്റെ ചോട്ടിലൊക്കെ കുറേ കളകളൊക്കെ വരത്തില്ലേ. അപ്പോൾ ആ കളകൾ നമ്മുടെ ചെടിയുടെ വളം വലിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളവരെ സമയം കിട്ടുന്നതിനനുസരിച്ചൊക്കെ പറ്റുന്നത്ര പറിച്ചു മാറ്റിക്കളയും. അങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നതാണ് ഈ ഉണങ്ങിയ പുല്ലൊക്കെ കേട്ടോ. അപ്പം ഞാൻ ഇത്തരത്തിലുള്ള ഉണങ്ങിയ പുല്ലും ഒക്കെയാണ് ഈ പാത്രത്തിൻ്റെ അടിയിലേക്ക്, ഏറ്റവും അടിയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇവരെല്ലാം തന്നെ ഉണങ്ങി നല്ല ഒരു വളമായിട്ട് മാറുകയും ചെയ്യും കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ചെയ്യുന്നത് കുറച്ചു മാത്രം, ഒരു പിടി ഉണങ്ങിയ ഇലകളെ ഇട്ട് കൊടുക്കുവാണേ. കാരണം നമ്മൾ ഈ ഇട്ടിരിക്കുന്ന പച്ച ഇലകളുണ്ടല്ലോ, അവരുടെ തലപ്പൊക്കെ മണ്ണിൻ്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വീണ്ടും കിളുത്ത് കയറാനുള്ള ഒരു സാധ്യത വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉണങ്ങിയ ഇലകളെ ഇട്ട് കൊടുക്കുന്നത്. ഉണങ്ങിയ ഇലകളുടെ മുകളിലേക്ക് നമുക്ക് പോട്ടിംഗ് മിക്സാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഗ്രോ ബാഗിനകത്തുനിന്ന് കിട്ടിയ അതേ മണ്ണ് തന്നെ ഉപയോഗിക്കുന്നത് കൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് ആദ്യം കുറച്ച് സ്യൂഡോമോണാസ് ഇടുവാണേ. ട്രൈക്കോഡെർമയാണെങ്കിലും വളരെ നല്ലതാണ് കേട്ടോ ഇഞ്ചി നടുന്ന മണ്ണിനകത്ത് ചേർക്കാനായിട്ട്. അപ്പം ഞാനിപ്പോൾ ഇടുന്നത് സ്യൂഡോമോണാസാണ്. അങ്ങനെ സ്യൂഡോമോണാസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് കുറച്ച് ചാണകപ്പൊടിയാണേ. ഇത് കുറച്ച് ചാണകപ്പൊടി ഇട്ടു. ഞാൻ ഈ ഒരു സൈഡിലേക്കേ ഇടുന്നുള്ളൂ, കാരണം ഇത്രയും മണ്ണിൻ്റെ ആവശ്യമേ നമുക്ക് കാണുള്ളൂ. അപ്പം ബാക്കി മണ്ണ് നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാം. ഇത് കുറച്ച് ജൈവവളമാണേ. ജൈവവളം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എല്ലുപൊടിയുണ്ട്, വേപ്പും പിണ്ണാക്കുണ്ട്, കടലപ്പിണ്ണാക്കുണ്ട്, അങ്ങനെയൊക്കെ ചേർന്നിട്ടുള്ള ഒരു കൂട്ടുവളമാണ്. അപ്പം ഞാൻ അതും കൂടെ ഈ മണ്ണിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും വേറെ വേറെ കിട്ടുന്നവരാണെങ്കിൽ അങ്ങനെ ചേർക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇതിനകത്ത് ഇതൊക്കെ ചേർന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്തുമാത്രം ഉണ്ടെന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ ഒന്നുമില്ലാത്തതിലും ഭേദമല്ലേ
എന്തെങ്കിലും ചേർക്കുന്നത്. അതിനാണ് ഞാൻ ആ ജൈവവളം കൂടി ഇതിനകത്തേക്ക് ചേർത്തത്. അപ്പോൾ നല്ല പോലെ നമ്മൾ മണ്ണ് ഇളക്കി ചേർത്ത് നമ്മുടെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള പോട്ടിംഗ് മിക്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഈ പോട്ടിംഗ് മിക്സ് കുറച്ച്, ഒത്തിരി പോട്ടിംഗ് മിക്സ് ഇതിനകത്തേക്ക് ഇടണ്ട, നമുക്കൊരു കുറച്ച് പോട്ടിംഗ് മിക്സ് ഈ ഇലകളുടെ എല്ലാ മുകളിൽ കൂടെ വരത്തക്ക രീതിയിൽ കുറച്ച് പോട്ടിംഗ് മിക്സ് അങ്ങോട്ട് ഇട്ട് കൊടുക്കണേ. കണ്ടോ, നല്ല ഇളക്കമുള്ള പോട്ടിംഗ് മിക്സാണ്. കാരണം നമ്മളുടെ സാധാരണ പോട്ടിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ ഉമിയെല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കി വെക്കുന്നത്. കാരണം എൻ്റെ പറമ്പിലെ മണ്ണെന്ന് പറഞ്ഞാൽ വെള്ളം ചേർന്ന കട്ട പിടിച്ച് കളിമണ്ണ് പോലെ ഇരിക്കും. അതുകൊണ്ട് തന്നെ ഞാനതിനെ ചകിരിച്ചോറും ചാണകപ്പൊടിയും അതുപോലെ ഉമിയും ചേർത്താണ് നമ്മുടെ പോട്ടിംഗ് മിക്സ് ആക്കി മാറ്റുന്നത്. അങ്ങനെയുള്ള പോട്ടിംഗ് മിക്സാണ് നമ്മുടെ പാത്രങ്ങൾക്കകത്തൊക്കെ നിറയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ വീണ്ടും ഉമി ഇട്ട് കൊടുക്കാത്തത്. അപ്പം ഞാൻ എൻ്റെ ആ പോട്ടിംഗ് മിക്സ് ഇവിടം വരെ നിറച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് എന്നാണെന്നറിയോ, ഇത് 2-3 ചുവട് പഴയ ഇഞ്ചിയാണേ. ഇപ്പം നമ്മൾ പറിച്ചതിനകത്തെ മുളയുള്ളതും വേണമെങ്കിൽ വെക്കാം കേട്ടോ. അപ്പം ദേ ഈ മുളയുള്ളതിനെ മുള മുകളിലേക്ക് വരത്തക്ക രീതിയിൽ ദേ ഒരു കഷ്ണം ഇവിടെ വെച്ചു. ഇനി ഇത് മുളയില്ലാത്തതാണ്, അപ്പം ഞാൻ അതിവിടെ വെക്കുവാണ്. ഇത് ഇപ്പം നമ്മൾ പറിച്ചതിനകത്ത് ഒരു കഷ്ണം മുളയുള്ളതാണ്. അപ്പോൾ ഇനി ഇതിനകത്ത് മുളയുള്ള പീസ് ഉണ്ടെങ്കിൽ നമുക്കതും കൂടി എടുത്ത് വെക്കാം. ഇത് കണ്ടോ, ഇതൊരു മുളയുള്ള പീസാണേ. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഇങ്ങനെ വെക്കുക. നമ്മളിപ്പോൾ വിളവെടുത്തില്ലേ, അതൊരു ചെറിയ പീസ് ഇഞ്ചി ഇതുപോലെ കിളുത്ത് കിടക്കുന്ന കാണുമ്പോൾ നമ്മളിവിടെ കൊണ്ട് വെക്കുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നല്ലൊരളവ് ഉണങ്ങിയ ഇലകളെ ചേർക്കുവേ. ഇതുപോലെ കുറച്ച് ഇലകളിടും. ഇനി ഈ ഇലകളുടെ മുകളിലേക്ക് നമുക്കൊരു കുറച്ച് പോട്ടിംഗ് മിക്സും കൂടി ഇടണം കേട്ടോ. ഒരു കുറച്ച് പോട്ടിംഗ് മിക്സും കൂടെ ഇട്ട് ഒരു മൂടത്തക്ക രീതിയിൽ കുറച്ച് പോട്ടിംഗ് മിക്സും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുവാണേ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും കുറച്ച് ഉണങ്ങിയ ഇലകളെ ഇട്ട് കൊടുക്കും. നമ്മൾ ഇനി ഈ ഇലകളിടുന്നത് എന്തിനാണെന്നറിയോ, ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു പുതയായിട്ടാണേ. അപ്പം നനവും തണുപ്പും നിലനിൽക്കും. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇന്ന് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെള്ളം തളിച്ചു വെച്ചാൽ ഇനി നമ്മൾ ഇത് കിളുത്ത് വന്നതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിക്കത്തുള്ളൂ. കണ്ടമാനം വെള്ളത്തിൻ്റെ ആവശ്യം ഇഞ്ചിക്കില്ല. പക്ഷേ ഒരു ചെറിയ നനവ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും വെള്ളം ഇതിനകത്തേക്ക് കൊടുക്കുന്നത്. ഇനി നമ്മളിതിനെ എവിടെ വെച്ചിട്ടാണോ കിളിപ്പിക്കാൻ നോക്കുന്നത് അവിടേക്ക് ഇതങ്ങ് ഞാൻ മാറ്റി വെക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ. ഇനി ഇഞ്ചി വളർന്ന് ഒരു 3-4 ഇലകളായി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ വളം കൊടുത്തു തുടങ്ങുകയുള്ളൂ. ഇഞ്ചിയുടെ വളർച്ചാഘട്ടം എന്ന് പറയുന്നത് ആദ്യത്തെ ഏകദേശം ഒരു 4 മാസക്കാലത്തോളമാണ്. ആ സമയത്താണ് നമ്മൾ കൊടുക്കേണ്ടുന്ന വളമെല്ലാം കൊടുക്കേണ്ടത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ പാത്രങ്ങൾക്കകത്തും ഗ്രോ ബാഗുകൾക്കകത്തും ഒക്കെ വളർത്തുന്നവരാണെങ്കിൽ ഒരു 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള സ്ലറി, അത് പച്ചച്ചാണകം കലക്കി വെച്ച് പുളിപ്പിച്ചതോ നമ്മൾ ഉണ്ടാക്കുന്ന ജൈവ സ്ലറിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കിതിൻ്റെ ചോട്ടിലേക്ക് കൊടുക്കാം. പക്ഷേ ഓരോ 2 ആഴ്ച കൂടുമ്പോഴും വളരെ നേർപ്പിച്ച് മാത്രം വളം കൊടുക്കുന്നതാണ് നല്ലത്. ഇഞ്ചി പൂവിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ സാധാരണ കൊടുക്കുന്ന വളത്തിനേക്കാളും നല്ലത് പൊട്ടാസ്യം കൂടുതലുള്ള വളം കൊടുക്കുന്നതാണ്. ഗ്രോ ബാഗുകളിലും പാത്രങ്ങളിലും വളർത്തുന്ന ഇഞ്ചിയാണെങ്കിൽ നമുക്കൊരു 5 മാസമാകുമ്പോൾ മുതൽ അതിൽ നിന്ന് വിളവെടുത്ത് തുടങ്ങാം. അത് വീണ്ടും വിത്തിഞ്ചിക്കൊക്കെ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിലാണ് 8 മാസം വരെയൊക്കെ അല്ലെങ്കിൽ 9 മാസം വരെയൊക്കെ വിളവെടുക്കാതെ നമ്മൾ പാത്രത്തിനകത്ത് തന്നെ വെച്ചേക്കുന്നത്. ഇതേപോലെ മുളയുള്ള ഇഞ്ചികൾ അതിപ്പം നമ്മൾ കറി വെക്കാനായിട്ട് വാങ്ങിച്ചിട്ടിരിക്കുന്നതോ നട്ട് വളർത്തിയിരിക്കുന്നതോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കിടന്നിട്ടോ ഒക്കെ മുളയുള്ള ഇഞ്ചി കാണുവാണെങ്കിൽ അന്നേരം തന്നെ ഇതേപോലെ നട്ടുപിടിപ്പിച്ചോണം. ഇത് കണ്ടോ, ഇത് നമ്മുടെ ചുരക്കയുടെ വിത്താണേ. ഞാൻ ഒരു ദിവസം മുഴുവനും, അതായത് ഒരു രാത്രിയും ഒരു പകലും വെള്ളത്തിനകത്ത് ഇട്ടതിന് ശേഷം ഇതുപോലെ തുണിക്കകത്തെടുത്ത് വെച്ചിരുന്നതാണേ. ദേ എല്ലാ ചുരക്കയും കിളുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളോട് ചുരക്ക വാങ്ങിക്കാൻ ആരും പേടിക്കണ്ട. നല്ലവണ്ണം കിളുത്ത് കയറുന്ന ചുരക്ക തന്നെയാണിത്. ഇതിപ്പം ഇതിനകത്തുള്ളത് 4-5 വിത്തുകളാണ്. എല്ലാം തന്നെ ഇത് കണ്ടോ, ഇതേപോലെ മുള വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് മത്തയുടെ ഇനത്തിൽപ്പെട്ട ഒരു വിത്താണേ. ഇത് നമ്മളിവിടെ കൊടുക്കുന്നത് തന്നെയാണ്. അതും ഇതുപോലെ ഞാൻ ഒരു രാത്രി മാത്രമാണ് വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിരിക്കുന്നത്. കണ്ടോ, ഏകദേശം എല്ലാത്തിനും തന്നെ മുള വന്നിട്ടുണ്ട്. ഇങ്ങനെ മുള വന്നതിന് ശേഷം നടുവാണെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകത്തില്ല വിത്തുകൾ. അപ്പോൾ ഞാൻ ഇതിനെ കെട്ടി വെക്കുകയാണ്. ഇച്ചിരി കൂടെ ഒന്ന് മുള വന്നിട്ട് വേണം ഇതിനെ നടാൻ. ഇത് നമ്മൾ നട്ടു വെച്ചിരിക്കുന്ന ഉള്ളിയാണേ. ഞാൻ നിങ്ങൾക്കൊരു സൂത്രം കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഈ ഉള്ളിയെല്ലാം പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഈ ഉള്ളി ഇതിനകത്ത് കണ്ടോ, ചോട്ടി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഉള്ളി കണ്ടോ. ഇതുപോലെ ഉള്ളി ഉണ്ടാകി തുടങ്ങുമ്പോഴാണ് ഇത് പൂവിടുകയും ചെയ്യുന്നത്. പക്ഷേ ഈ പൂക്കൾ ഒടിച്ചു കളഞ്ഞില്ലെങ്കിൽ നമുക്കിതിൻ്റെ ചോട്ടിൽ വലിയ ഉള്ളികൾ ഉണ്ടായി കിട്ടത്തില്ല കേട്ടോ.
അപ്പോൾ നമ്മളിതേ ഇതിൻ്റെ പൂക്കൾ ഇങ്ങനെ ഒടിച്ച് കളയുകയാണ്. നിങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ പൂ ഉണ്ടായിരിക്കുന്ന തണ്ടങ്ങ് ചോട്ടിൽ നിന്ന് മുറിച്ചെടുത്താൽ മതി. നമുക്കത് തോരൻ വെക്കുകയും ചെയ്യാം. നമ്മൾ ഉള്ളിത്തണ്ടെന്നും പറഞ്ഞും ഉള്ളിപ്പൂവെന്നും പറഞ്ഞും ഒക്കെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് തോരനൊക്കെ വെക്കുന്നതല്ലേ, അപ്പോൾ അതേപോലെ ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. ഈ ഉള്ളി നമുക്ക് വിളവെടുക്കണം. നമുക്ക് എല്ലാവർക്കും കൂടെ ഇത് ഭയങ്കര ഒരു സന്തോഷം തരുന്നൊരു അനുഭവമാണ്. അപ്പോൾ ഇത് കണ്ടോ, എൻ്റെ ഉള്ളിതേ ഒരുമാതിരി ആയി തുടങ്ങി കണ്ടോ. പക്ഷേ ഈ ഉള്ളിത്തണ്ടെല്ലാം പഴുത്തു പോയതിന് ശേഷമാണ് നമ്മൾ വിളവെടുക്കേണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉള്ളിക്കൃഷി ചെയ്തപ്പം ഉള്ളി കാണാനുള്ള ആവേശത്തിന് ശരിക്കും വിളവാകുന്നതിന് മുന്നേ തന്നെയാണ് പറിച്ചെടുത്തത്. എന്നാലും സാമാന്യം നല്ലൊരു വിളവ് തന്നെയാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടിയത്. ഞാനിവിടെ നമ്മുടെ ജൈവ സ്ലറിയും ജൈവ വളവും അല്ലാതെ ഉപയോഗിക്കുന്ന ഒരു പ്രധാന വളം, ഒരു കാശ് ചിലവില്ലാത്തൊരു വളം എന്ന് പറയുന്നതാണ് ദേ ഈ പാത്രത്തിനകത്തോട്ട് നോക്കി കണ്ടോ, നമ്മുടെ കിച്ചൺ വേസ്റ്റുകൾ കൊണ്ടുവന്ന് ഞാൻ ഇടുന്നതാണ്. അപ്പോൾ എനിക്ക് ബയോഗ്യാസ് പ്ലാന്റ് ഉള്ളത് കൊണ്ട് ചോറ്, അതുപോലെ മീനിൻ്റെ വേസ്റ്റ്, ഇറച്ചിയുടെ വേസ്റ്റ് ഒക്കെ എനിക്ക് അതിനകത്ത് ഇടാൻ പറ്റും. അതേസമയം അതിനകത്ത് മുട്ടത്തോട്, ഉള്ളിത്തൊലി, അങ്ങനെ ചില സാധനങ്ങളൊന്നും അതിനകത്ത് പറ്റത്തില്ല. അങ്ങനെയുള്ളവയാണ് ഞാൻ പ്രധാനമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനകത്തൊക്കെ കൂടുതലും പഴത്തൊലിയൊക്കെ കാണും കേട്ടോ. പഴത്തൊലി കാണും, ഉള്ളിത്തൊലി കാണും, മുട്ടത്തോട് കാണും. ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഇടുന്നത്. അപ്പോൾ ഇങ്ങനെ ഇട്ട് വെച്ചാലത്തെ ഉണ്ടല്ലോ, ഇതുപോലെ കണ്ടോ, ഈ പാത്രത്തിനകത്ത് കണ്ടോ നിറഞ്ഞ് വളവാണ്. നല്ല സൂപ്പർ വളമാണ്. ഇതൊക്കെ ഒരു 5 ഇരട്ടിയിലധികം നേർപ്പിക്കാതെ ചെടിയുടെ ചോട്ടിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ചെടി മുഴുവനും വാടി കരിഞ്ഞു പോകും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഞാൻ ഇതേപോലത്തെ വളം കിട്ടാൻ ഞാൻ ഇതിനകത്തേക്ക് ഇത് ഇട്ട് വെക്കുവാണേ. വേണമെങ്കിൽ നമ്മൾ ഇതിടുന്നതിന് മുന്നേ ഇത്രയും അലിഞ്ഞ വളം കണ്ടോ, ഇതിനെ നമുക്ക് ഏതെങ്കിലും ഗ്രോ ബാഗിലോട്ടോ ചെടിച്ചട്ടിയിലോട്ടോ കുടഞ്ഞിട്ടതിന് ശേഷം ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാൻ ഇതേപോലെ ഇടുക, ഒരു ചിലവും ഇല്ല. നമുക്കിതുപോലെ ഇപ്പോൾ ഒരു ദിവസമോ 2 ദിവസത്തേതാണ് കൊണ്ടുവരുന്നതെങ്കിൽ അങ്ങനെ തന്നെ ഇട്ടിട്ട് പോകാം. അപ്പം നമ്മൾ പിറ്റേ ദിവസം ഇടാൻ വരുമ്പോഴത്തേക്കിന് അളവ് നല്ലവണ്ണം കുറയും. ഇങ്ങനെ നമ്മൾ ഇട്ടിട്ട് ഞാനിത് കാക്കയുടെ ശല്യവും കിളിയുടെ ശല്യവും ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് അടച്ചും കൂടെ വെക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് ചേർത്ത് അടച്ചു വെച്ചാൽ ഇവിടെ ഈ സാധനം ഇരിപ്പുണ്ടെന്ന് പോലും ആരും അറിയേല. നമുക്കിതുപോലെയുള്ള വളം താഴേക്ക് ഇറ്റിറ്റ് വന്ന് വീണ് ഒരാഴ്ച കൊണ്ട് നല്ല സൂപ്പർ വളമായിട്ട് മാറും. ഇത് നമ്മുടെ ചുവന്ന അകത്തിച്ചീരയാണേ. കണ്ടോ, ചെറുതായിരിക്കുമ്പോൾ തന്നെ നിറയെ പൂക്കളുണ്ടായി. അപ്പം ഞാൻ ഈ പൂക്കൾ ഇങ്ങനെ പറിച്ചെടുക്കുന്നില്ല കേട്ടോ കറി വയ്ക്കാനായിട്ട്. കാരണം നമ്മുടെ കൂട്ടുകാർ ഒത്തിരി അധികം പേരും ഇതിൻ്റെ സീഡ്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ പയർ വളർന്നു വരുന്നുണ്ട്. ഇത് മൂത്ത് വിളവെടുക്കാറായ ഞാൻ നിങ്ങൾക്കിത് അയച്ചു തരാം. കണ്ടോ, 1, 2, 3 പയറുണ്ടായിട്ടുണ്ട്. അപ്പോൾ ബാക്കിയും ഇത് അവിടെ തന്നെ നിന്നോട്ടെ. ഇത് വെള്ള അകത്തിച്ചീരയാണ്, പക്ഷേ അതിൽ ഇതുവരെ പൂവുണ്ടായി തുടങ്ങിയിട്ടില്ല. വെള്ളം ഒഴിച്ച ഇഞ്ചി വളർത്താമെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് കാണിച്ചതുപോലെ എല്ലാ സമയങ്ങളിലും എല്ലാവർക്കും ഗ്രോ ബാഗുകളിലും പാത്രങ്ങളിലും ഇഞ്ചി വളർത്തിയെടുക്കാൻ പറ്റും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? എൻ്റെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. സബ്സ്ക്രൈബ് ചെയ്തവരിലും പലർക്കും ഇപ്പം നോട്ടിഫിക്കേഷൻ എത്താറില്ല. അപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാത്തവരാണെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തവർ ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ടേക്കണേ. അപ്പം ഞാൻ വീഡിയോ ഇടുന്ന അതേ അവസരത്തിൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോകളും. അത് നിങ്ങൾ കണ്ടു നോക്കുമ്പം ഓരോരുത്തർക്കും മനസ്സിലാകുന്നതാണ്. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.